ജാഗരൂകരായിരിക്കുവിനെന്ന് യേശുനാഥൻ നമ്മളോട് പറയുകയാണ്. കൊറോണ സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് ഇതാണ്, ജാഗ്രതയുള്ളവരായിരിക്കുക. അതുപോലെ തന്നെ ഒരു വാഹനം ഓടിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം എങ്ങനെ ജാഗ്രത പാലിക്കണമെന്ന്, വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെ ജാഗ്രത പാലിക്കണം. എന്നാൽ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലും എനിക്ക് ജാഗ്രതയുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ദൈവം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ഏത് സമയത്തും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ഈ ദേവാലയത്തിൽ നിന്നിറങ്ങി ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള ആത്മശോധന ഇതായിരിക്കണം: ദൈവം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ, ദൈവത്തിൻ്റെ കൃപ എനിക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ, ദൈവത്തിൻ്റെ ചൈതന്യം എനിക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണമെന്നുള്ളതാണ്. അത് പലപ്പോഴും നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തയില്ല, മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരു ജാഗ്രതയുണ്ട്. ഒരു കല്യാണത്തിന് പോകുന്നു, നല്ല ജാഗ്രതയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങാൻ പോകുന്നു, നല്ല ജാഗ്രതയാണ്. എന്നാൽ ഞാൻ ദേവാലയത്തിൽ പോകുമ്പോൾ ഒന്ന് ഒരുങ്ങി വരാൻ എനിക്ക് പറ്റാറുണ്ടോ? എങ്ങനെയാണ് ജാഗ്രത പാലിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കത്തുന്ന തിരി നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒരു കാറ്റുണ്ടെങ്കിൽ ആ കാറ്റ് ആ തിരിയെ കെടുത്താതിരിക്കുന്ന രീതിയിൽ നമ്മൾ കൈയൊന്ന് ചേർത്ത് പിടിക്കും. ഇതുപോലെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഞാൻ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ ജവാന്മാർ തൻ്റെ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്നത് പോലെ തന്നെ ഞാൻ ജാഗ്രത പാലിക്കണം. അങ്ങനെ ജാഗ്രതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ആധ്യാത്മിക ജീവിതത്തിൽ എനിക്ക് ജാഗ്രതകൾ ഉണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം.